ഹേ ഗൈസ്, വെൽക്കം ടു റെഡ് സ്റ്റൺ ആൻഫീൽഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച് മെയിനായിട്ട് പ്രീമിയർ ലീഗ് ഗെയിം വീക്ക് 1 കാര്യങ്ങളായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. സോ ദിസ് വീഡിയോ ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് ലിവർപൂൾ, ദിസ് ട്രാൻസ്ഫർ വിൻഡോ. പിന്നെ ഇനിയുള്ള ലിവർപൂളിൻ്റെ എന്തൊക്കെയാണ് ലിവർപൂളിൻ്റെ കൈൻഡ് ഓഫ് ഗ്രോത്ത് വാട്ട് വി റിക്വയർ ഫോർ ദ ടീം, എൻ്റെ പെർസ്പെക്റ്റീവ് കേട്ടോ. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന അറ്റാക്കേഴ്സ് ആരും ഈ സീസണിൽ നമുക്കില്ല. കഴിഞ്ഞ സീസണിൽ നമ്പർ 9 പൊസിഷനിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഡാർവിൻ നൂനിയസ്, ഡിയോഗോ ജോട്ട, ലൂയിസ് ഡിയാസ്. ഈ 3 പ്ലേയേഴ്സിൽ 2 പ്ലേയേഴ്സ് ഡിപ്പാർട്ട് ചെയ്തു, വേറെ ക്ലബ്സിലേക്ക് പോയി. ഒരാളുടെ സഡൻ ഡിമൈസും സംഭവിച്ചു. അത് ഓൾറെഡി പ്ലേയേഴ്സൊക്കെ കുറച്ച് ഷോക്ക്ഡ് ആണ് ഇപ്പോഴും. ദേ ഹാവിൻ കീം ഔട്ട് ഓഫ് ദാറ്റ്. ഫസ്റ്റ് ഗെയിം നമ്മൾ കണ്ടു, എവറിത്തിങ് വാസ് വെരി ഇമോഷണൽ ഡേ. അപ്പോൾ നമുക്കിനി അറ്റാക്കിംഗ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഇനിയും വേണം. വിങ്ങിൽ നമുക്ക് ഡെപ്ത് ഇല്ല, കോഡി ഗാക്പോ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നുള്ളത് റിയോ മോഹനാണ്. ഫസ്റ്റ് ടീം ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ്. പക്ഷേ എങ്കിലും ആളെ മാത്രം നമുക്കൊരു ഇതിനകത്ത് കാണാൻ പറ്റില്ല. വി ആർ കോമ്പീറ്റിംഗ് ഇൻ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, ദെൻ കാരബോ കപ്പ്, FA കപ്പ്, ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും ടൈറ്റ് സ്കെഡ്യൂളിൽ വി ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. സോ അവിടെ ഒരു ബാക്കപ്പിന് ആവശ്യമുണ്ട്. റൈറ്റ് വിങ്ങിൽ നമുക്കൊരു ബാക്കപ്പ് ഇല്ല, മുഹമ്മദ് സല മാത്രമേ ഉള്ളൂ. സലയുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്കറിയാം അധികം ബാക്കപ്പ് ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സല കളിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ സലയ്ക്ക് ദേഷ്യം വരികയും ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്. സെൻറ്ററിൽ ഹ്യൂഗോ എക്കിറ്റിയെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് കിയേഴ്സ്, ഓഫ് കോഴ്സ് കിയേഴ്സ് ഉണ്ട് അവിടെ. എങ്കിലും വിങ്ങറായിട്ട് കളിക്കാൻ പറ്റിയൊരു പ്ലെയറിനെ എന്തായാലും വേണം. അപ്പോൾ ന്യൂസ് വരുന്നത് വെച്ചാൽ 60 to 70 million pounds വരുന്നൊരു വിങ്ങറിനെ, ലെഫ്റ്റ് വിങ്ങറിനെ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കേട്ടിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ദേ ഗോണ ഡു ദിസ്. ഈവൻ ദോ ഇസാക്ക് വന്നാലും ഇതും കൂടെ നടക്കും എന്നുള്ള രീതിയിലുള്ളതാണ് ന്യൂസുകളാണ് അപ്പോൾ വന്നുകൊണ്ടിരുന്നത്. വി ഡോണ്ട് നോ ഇറ്റ്സ് ട്രൂ, മേ ബി ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റൂമർ ഓർ സംതിങ്. അതും ആവാം. ഐ ഗോണ ടോക്ക് അബൌട്ട് ദ ന്യൂ കമ്മിങ്സ്, ദ ന്യൂ ബീസ് ടു ദ ടീം, യു ക്യാൻ സേ. ഫ്ലോറിൻ വിർട്സ് ബ്രില്യൻ്റ് ആണ് ആൾ. ഓഫ് ദ ബോൾ ആളുടെ പിച്ചിലുള്ള പ്രസൻസും കാര്യങ്ങളും മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു ഫസ്റ്റ് ഗെയിമിൽ. ഗെയിം വീക്ക് 1 ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ ഹ്യൂഗോ എക്കിറ്റിക്ക് ഇറങ്ങി വരാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഫ്ലോറിൻ വിർട്സ് ആണ്. ഫ്ലോറിൻ വിർട്സ് ബോളിൽ വാങ്ങാൻ ഇറങ്ങി ചെന്നപ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനോട് പുള്ളി ഡ്രോ ചെയ്തു കൂടെ. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പിലേക്കാണ് എക്കിറ്റിക്ക് വന്ന് ബോൾ കളക്ട് ചെയ്തത്. എക്കിറ്റിക്ക് വന്നപ്പോൾ പുള്ളി ഒരു ഡിഫൻഡറിനെ കൂടെ ഡ്രോ ചെയ്ത് കൊണ്ടുവന്നു. എക്കിറ്റിക്ക് തന്ന ബോൾ അവിടെ തന്നെ പാസ് കൊടുത്തിട്ട് തിരിച്ച് ഗ്യാപ്പിലേക്ക് ഓടി. അപ്പോൾ ആ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് ഫ്ലോറിൻ വിർട്സ് ആണ്. അത് കഴിഞ്ഞ് ഫ്ലോറിൻ വിർട്സ് അകത്തേക്ക് ഓടിക്കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറും കൂടെ ഫ്ലോറിൻ വിർട്സിൻ്റെ കൂടെ അകത്തേക്ക് ഡ്രോ ചെയ്ത് പോയി. വലിയൊരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിലാണ് ഹ്യൂഗോ എക്കിറ്റിക്ക് ബോൾ കളക്ട് ചെയ്ത്, അലക്സിസ് മെക്കാലിസ്റ്ററിൻ്റെ ബ്രില്യൻ വേ പാസ് ആയിരുന്നത്, കളക്ട് ചെയ്ത് നട്ട് ബാക്ക് ചെയ്ത് പുള്ളി ഗോൾ സ്കോർ ചെയ്തു. ഹെഡ്സിൻ്റെ ഗെയിമിൽ നമുക്ക് ഗോൾ അസിസ്റ്റ് മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ അധികം ടൈം കിട്ടില്ല. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൂവ്മെൻറ്റ്. ആളെ മൂവ് ചെയ്ത് പ്ലെയറിനെ ഡ്രോ ചെയ്ത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും കാര്യം എളുപ്പമാവും നമുക്ക്. ജെറമി ഫ്രിംഗ്പോങ്, മിലോഷ് കെർക്കേഷ് കുറച്ചും കൂടെ ഫസ്റ്റ് ഗെയിം ഡിഫിക്കൽട്ടാണ് ജഡ്ജ് ചെയ്യാനെങ്കിൽ പോലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന്. ഇവർ രണ്ടുപേരും അപ്പ് ദ പിച്ച് പോയി കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നത് പോലെ തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നൊരു 2 ഗോള് നമ്മൾ കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിലും ഫസ്റ്റ് ഓപ്പണിംഗ് ഗെയിം വീക്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഗോളുകളെല്ലാം കൗണ്ടർ അറ്റാക്കിംഗ് ഗോളുകളായിരുന്നു. ഒന്ന് പെനാൽറ്റി ആയിരുന്നു ചാറ്റി ഷീൽഡിൽ, അല്ലാത്തതൊക്കെ കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾസ് ആണ് കൂടുതൽ വഴങ്ങുന്നത്. ഇത് ലിവർപൂളാണ് തിരിച്ച് കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം. വഴങ്ങുന്ന ഗോളുകളിൽ അത് ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയും 4 ഗോൾ കൺസിഡർ ചെയ്തതിൽ 3 എണ്ണം കൗണ്ടർ അറ്റാക്കിംഗ് ആകുന്നത് വളരെ റെയറായിട്ടുള്ള ഞാൻ അധികം ഇന്ന് കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടത്. സോ അതൊരു ഡിസ്റ്റർബിങ് സീനായിരുന്നു. ദ ഹോൾ ഇമോഷൻ നമ്മൾ ഡിയോഗോ ജോട്ടയുടെ ആ ഒരു ഇമോഷനകത്ത് നിൽക്കുന്ന ടൈമിൽ 2 ഗോൾ കൺസിഡർ ചെയ്ത് നമ്മൾ ആ ഗെയിം കുറച്ചൊരു ടൈറ്റ്നെസ്സിലേക്ക് കൊണ്ടുവന്നു ആ ഗെയിം. അത് കഴിഞ്ഞ് നമ്മൾ റിലീസ് ചെയ്ത് 2 ഗോൾ അടിച്ച് ജയിച്ചു. ഇറ്റ് വാസ് ബ്രില്യൻ. പക്ഷേ ഇറ്റ്സ് പാർക്ക് കൺസേൺ ആക്ച്വലി. അവിടെ ആ ഒരു കൺസേൺ ഫാക്ടർ വന്നു 2 ഗോൾ കൺസിഡർ ചെയ്തപ്പോഴേക്കും. ഡിഫൻസീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി, ജിവാനി ലിയോണി ഫ്രം പാർമ. യങ്സ്റ്ററാണ്, ടൈം വേണ്ടി വരും. പ്രീ സീസൺ കിട്ടിയിട്ടില്ല ഈ ടീമിൻ്റെ ഒപ്പം. സോ ഡെഫിനറ്റ്ലി ഈസ് ഗോണ ടേക്ക് സം ടൈം. മാർക് ഗീഹി ഈസ് വൺ ഓഫ് ദ അതർ ഓപ്ഷൻസ് വിച്ച് ലിവർപൂൾ ആർ ഇൻ ടോക്സ് വിത്ത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിഫെൻസീവ്ലി റീഇൻഫോഴ്സ്മെൻറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിലായി, റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റിയ പ്ലെയേഴ്സായി.
ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ 26 വേൾഡ് കപ്പ് ഉണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൽ എല്ലാവർക്കും മിനിറ്റ്സ് വേണം കാണിക്കാനായിട്ട് നാഷണൽ ടീമിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനെല്ലാവരും ട്രൈ ചെയ്യുന്നൊരു ടൈമാണ്. സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തായിരുന്നു ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു ഇത് ഡിയോഗോ ജോട്ടയുടെ ആ ഒരു ഡിമൈസിന് ശേഷം കുറച്ചൊന്ന് സ്ലോ ആയി. അതൊരു റീസണാണ്. ഇക്കറ്റിക്ക് ഡീലിന് മുമ്പ് അലക്സാണ്ടർ ഇസാക്ക് ഡീൽ ട്രൈ ചെയ്തിരുന്നു. ഈസാക്കിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈസാക്ക് വന്നു കഴിഞ്ഞാൽ ഇക്കറ്റിക്കയുടെ കയ്യിൽ നിന്ന് നമുക്ക് വിങ് ചെയ്ത് ഇതേ പെർഫോമൻസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണോ, നമുക്ക് ആ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ആൾ നല്ലൊരു പെർഫോമൻസാണ് കഴിഞ്ഞ 2 ഗെയിമായിട്ട് ലിവർപൂളിന് കോമ്പറ്റീറ്റീവ് സൈഡിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ a bit off we'll feel if he's not getting the right space to play. ഇപ്പോൾ ഈസാക്കിൻ്റെ പുറകോടി എന്തായാലും വന്നതല്ല, ഐ എം നോട്ട് ഷുവർ ഇപ്പോഴും റിസോൾവ് ചെയ്യണമെന്ന് ഡിഹോ പറയുന്നോണ്ടിരിപ്പുണ്ട് അവിടെ. പക്ഷേ റിസോൾവ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ന്യൂ കാസിൽ ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് ഗോയിങ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ബിഹേവിയർ വാട്ട് ഹീ ഈസ് ഷോയിങ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഫുട്ബോൾ. 6 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ നമ്മളൊരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്ലെയറിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഐഡിയൽ സിറ്റുവേഷൻ ഫോർ എനി ക്ലബ്. ഇപ്പോൾ അത് ലിവർപൂളിലേക്കാണ് ആ പ്ലെയർ വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സിറ്റുവേഷൻ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആൻഡ് നോ ക്ലബ് ഷുഡ് ബി ഹാവിങ് ദ സിറ്റുവേഷൻ ടു ബി ഓണസ്റ്റ്. നമ്മൾ ഇന്നലെ ന്യൂ കാസിലിൻ്റെ ഗെയിം വിത്ത് ആസ്റ്റൺ വില്ല അറ്റ് വില്ല പാർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് അവരുടെ നമ്പർ 9 പൊസിഷനിൽ തന്നെയായിരുന്നു. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ അവർ നെക്സ്റ്റ് ഗെയിം ഈസ് വിത്ത് ന്യൂ കാസിൽ യുണൈറ്റഡ് അറ്റ് സെൻറ്റ് ജെയിംസ് പാർക്ക് ഓൺ മൺഡേ നൈറ്റ്. മാസീവ് ഗെയിം. ഈ സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ സ്പാർക്ക് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മളവിടെ പോയി കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വേറൊരു സംഭവം. ആ ഗെയിം കഴിയുന്നതോടുകൂടി എന്തെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാകും അലക്സാണ്ടർ ഇസാക്കിൻ്റെ അകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. കാരണം അവർക്ക് ഈ സിറ്റുവേഷൻ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദർ ഇസ് ലോട്ട് ഓഫ് നെഗറ്റിവിറ്റി അറൗണ്ട്. അവർക്ക് ഒരുപാട് റിജക്ഷൻസ് വന്നു. പ്രോപ്പറായിട്ട് ആരൊക്കെയാണോ അവർ നോക്കിക്കൊണ്ടിരുന്ന ഒരാളെ പോലെ അവർക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ചോയ്സ് കിട്ടില്ലെങ്കിൽ സെക്കൻഡ് ചോയ്സിൽ തേർഡ് ചോയ്സ് ഫോർത്ത് ചോയ്സ് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ വി നീഡ് ടു ഫീൽ അബൌട്ട് ദ ടീം. ബട്ട് അവരുടെ ടീം ഓൾറെഡി സെറ്റാണ്. കഴിഞ്ഞ സീസണിൽ കളിച്ച ആ ടീം തന്നെ കളിച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ന്യൂ അഡീഷൻസിലാകെ ഇനിയിപ്പോൾ ഒരു ഇസാക്ക് പോകണമെങ്കിൽ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദേ ആർ ഗുഡ്. അപ്പോൾ അവരുടെ ഒരു ത്രെറ്റ് എന്തായാലും ഉണ്ട് ആ ടീം ലിവർപൂളിന് അഗേൻസ്റ്റ്. എസ്പെഷ്യലി ലിവർപൂൾ ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റി ഷീൽഡും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ഗെയിംസ് ഈ ഒരു സീസൺ സ്റ്റാർട്ടിൽ കളിച്ചപ്പോൾ 2 ഗെയിംസിലും സെൻട്രൽ ഡിഫൻസ് വൾണറബിളായിട്ട് ഫീൽ ചെയ്തു. അതിൽ കഴിഞ്ഞ കളി വൾണറബിൾ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് വിങ് ബാക്സ് അപ്പ് എഗെയിൻസ്റ്റ് അറ്റാക്കിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു ഫുൾ വോയിഡ് ക്രിയേറ്റ് ചെയ്ത് 2 vs 4 2 vs 3 സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ്. അതിനെ കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിട്ടാണ് മുന്നേയൊക്കെ വാൻഡേക്കും കൊനാട്ടെ ആ സിറ്റുവേഷൻസ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രോസസ് ആയിക്കോട്ടെ ആളെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഡിലേ ആകുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ കളികളിൽ. ലക്കിലി വി സംഭവം എൻഡ് അപ്പ് വിന്നിങ് ദ ഗെയിം. ഞാൻ അങ്ങനെ പറയുള്ളൂ ആ ഗെയിമിനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർണെ സ്ലോട്ടിൻ്റെ നമ്മൾക്ക് പ്രീമിയർ ലീഗിൽ ആയിക്കോട്ടെ 2015 യോഗൻ ക്ലോപ്പിൻ്റെ അറൈവൽ മുതൽ ഇങ്ങോട്ടൊരു 23-24 സീസണിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ കണ്ടിരിക്കുന്ന ലിവർപൂൾ എന്ന് പറഞ്ഞാൽ 9 years ഓഫ് അറ്റാക്കിംഗ് ഫുട്ബോളാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. ഈവൻ ദോ ഒരു 1 or 2 or 3 ഗോൾസ് നമ്മൾ ഫ്രണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ അത്ര ലീഡ് ഉണ്ടെങ്കിൽ പോലും ക്ലോപ്പ് പിന്നെ ഇറക്കാൻ പോകുന്ന എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതങ്ങനെയാണ് ആ ഒരു മെൻറ്റാലിറ്റി, ഒരു ജർമ്മൻ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പണ്ട് പോലെ കണ്ടുവരുന്ന ലിവർപൂളിൽ കാണുന്നത് അതാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ഒരു 22-23 നമുക്ക് അത്ര ഒരു നല്ല സീസൺ ആയിരുന്നില്ല അണ്ടർ യോഗൻ ക്ലോപ്പ്. ആ സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ റേഞ്ചേഴ്സിൻ്റെ ഹോമിൽ ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്തിട്ട് തിരിച്ച് 3 ഗോൾ അടിച്ച് പിന്നെ എങ്ങാണ്ടാണ് നമ്മൾ മുഹമ്മദ് സല ഇറക്കുന്നത്. അവൻ 1-3 നിൽക്കുമ്പോൾ എങ്ങാണ്ടാണ് മുഹമ്മദ് സല സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് ഹാട്രിക്ക് ബാഗ് ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അവിടെ ഒരു കളി ചുവട് ഓഫ് ചെയ്യാമെന്നുള്ളൂ. അതിന് പകരം പുള്ളി ഒഫെൻസീവ് ആവാനാണ് പിന്നെയും. അതൊരു ബൂസ്റ്റിംഗ് ആണ് ടീമിന് തന്നെ. നമുക്കൊരു എന്താ പറയുക ഫുൾ കൺട്രോൾ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും ആ ഒരു കൈൻഡ് ഓഫ് ഫുട്ബോളിന്. ബോൾ കയ്യിൽ വയ്ക്കാതെ ജയിച്ച സിറ്റുവേഷൻസ് ലിവർപൂളിനുണ്ട് കഴിഞ്ഞ സീസണിൽ. ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ 1 or 2 ഗോൾസിന് ഫ്രണ്ടിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫൻസീവ് പ്ലേയേഴ്സിനെ ഗ്രൗണ്ടിലേക്ക് ഫീൽഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കണ്ടിരുന്നു. അതിൽ നമ്മൾ പിന്നെ ഗോൾ കൺസിഡർ ചെയ്ത് പണി മേടിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ കളിയിൽ അത് പ്ലെയർ തന്നെ എക്കറ്റിക്ക് ആയിരുന്നു ബെസ്റ്റ് പ്ലെയർ ഇൻ ബോത്ത് ദ ഗെയിംസ്. എക്കറ്റിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ
എല്ലാവരും വിചാരിച്ചു, ഈവൻ ഞാനും വിചാരിച്ചു ഇത് പണിയാണ്, നമുക്കൊരു ഗോൾ ലീഡേ ഉള്ളൂ, ഓപ്പണിംഗ് ഗെയിമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഫുൾ ടൈം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ അവർക്ക് ബോളും കൊടുത്ത് പിന്നെ സിറ്റ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പണിയാവും. നമ്മളിതിനു മുമ്പ് സിറ്റുവേഷൻ കണ്ടാണ് ക്രിസ്റ്റൽ പാലസിനെതിരെ. അപ്പോൾ ഇത് വെറുതെ ഒരു പണി വാങ്ങലല്ലേ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെക്കൻഡ് ഗോൾ കയറിയത്. അപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വന്നു. ലൈക്ക് എ ന്യൂ ക്യാമ്പയിൻ സ്റ്റാർട്ടഡ് ഫ്രഷ് ആൻഡ് പിന്നെ അറിയാലോ റൈവൽ ഫാൻസിൻ്റെ കൂക്കിവിളി എന്തായാലും കിട്ടും. നല്ല അടിപൊളി ഒരു വിൻഡോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സ്പെൻഡൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് സെയിൽസും കാര്യങ്ങളുള്ളൊരു ആക്റ്റീവ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആയിരുന്ന സിറ്റുവേഷനിൽ റൈവൽ ഫാൻസും വന്ന് കളിയാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു റിസൾട്ടാണോ 2 ഗോൾ കൺസിഡർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ ഡിഫൻസീവ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 2021 കഴിഞ്ഞിട്ട് ലിവർപൂൾ ഇതുവരെ ദൈവം സഹിച്ച് ആരും എടുത്തിട്ടില്ല. ആ ഒരു പ്ലേയേഴ്സിനെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്ത്, ജോയൽ മാറ്റിപ്പ് ഉണ്ടായിരുന്നു, ഗോമസിനെ റൊട്ടേറ്റ് ചെയ്തിരുന്നു. ലക്കിലി ഈ പ്ലേയേഴ്സിലായിരുന്നെങ്കിൽ അങ്ങനെ ലോങ് ടേമിലേക്കൊന്നും അങ്ങനെ പോയില്ല. ഡിഫൻസീവിൽ നമുക്ക് ലെഫ്റ്റിൽ സിമിക്കാസിന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറെ എടുത്തിട്ടില്ല. ബ്രാഡ്ലി അക്കാഡമി പ്രൊഡക്റ്റാണ്. വി വർ റിയലി ലക്കി ടു ഹാവ് ദോസ് ടീം, ദോസ് പ്ലേയേഴ്സ് കമ്മിങ് അറൌണ്ട് ദ റൈറ്റ് ടൈം ടു ദ ക്ലബ്. ആക്ച്വലി ക്ലോപ്പിനാണ് അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉള്ള എല്ലാ യങ്സ്റ്റേഴ്സിനെയും നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കാശ് കിട്ടുന്നുണ്ട്. ക്ലോപ്പിനെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡോക്ക്, ബോബി ക്ലാർക്ക്, ഫിലിപ്സ്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ സെയിൽ നടത്തി. ഇപ്പോൾ ജാരൽ ക്വാൻസ 30+ 5 million പൗണ്ട്സിൻ്റെ ഒരു വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. സോ ഓവറോൾ നമുക്ക് ഇപ്പോൾ അറ്റാക്കിങ്ങിൽ ഒരു 1 more അഡീഷൻ എന്തായാലും വേണം. അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി ഇങ്ങോട്ട് ഒരാളും കൂടെ അഡീഷൻ ഉണ്ടെങ്കിൽ അവർ വിൻഡോ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണ്. എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്തു എന്ന് നമുക്ക് പറയാം. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോബോസ്ലായി എവിടെ കളിക്കും എന്നുള്ളതിൽ വളരെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. വെൻ ഗ്രാവൻബർച്ച് കംസ് ബാക്ക്. അത് റൊട്ടേഷൻ ഡെഫിനറ്റ്ലി റൊട്ടേഷൻ തന്നെ ആയിരിക്കും. ഗ്രാവൻബർച്ചിന് പകരം ചിലപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ സോബോസ്ലായി വന്നേക്കാം. ചില കളികളിൽ മെക്കാലിസ്റ്റിന് പകരം വന്നേക്കാം. ജോൺസൺ വിൽ കം ഇൻ ഓൾസോ, എലിയറ്റ് വിൽ ഓൾസോ കം ഇൻ. പിന്നെ മെയിനായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫ്ലോറിൻ വിയറ്റ്സ് ഞാൻ കണ്ടു. ഓഫ് ദ ബോൾ കൊള്ളാം, ഓൺ ദ ബോളും അടിപൊളിയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഗീവ് അവേ ദ ബോൾ സോ ഈസിലി. ഒരു പേടി വന്നിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഒരു 3 പ്ലെയേഴ്സിൻ്റെ ഉള്ളൊരു ടൈറ്റ് സ്പേസിൽ ബോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ കളിക്കുന്ന ടൈമിൽ, അതായത് നമ്മുടെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് എസ്കേപ്പ് ചെയ്യാന്നുള്ളതായിരിക്കുമല്ലോ എല്ലാ പ്ലേയേഴ്സും ആദ്യം ചിന്തിക്കുക. കൈൻഡ് ഓഫ് സം സ്കിൽ ഓർ സംതിങ്. അവിടെ നിന്നൊരു അറ്റാക്കിംഗ് മോഡാണ് വരുന്നതെങ്കിൽ ഫ്ലോറിൻ വീറ്റ്സ് കുറച്ച് പേടിക്കുന്ന പോലെ ഒരു ഫീൽ വന്നു. ആദ്യത്തെ ഒരു 2 ഗെയിമിൽ തന്നെ ഒരു ഈസിലി ഗിവ് അവേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. പക്ഷേ ബാക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട് ബോളിനെ, പുറകിൽ വരെ വരുന്നുണ്ട്, ആളുകൾ ഡീപ്പ് ഇറങ്ങി ബോൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ടൈമിൽ മെക്കാലിസ്റ്റർ അപ്പ് ഫ്രണ്ട് പോകുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇറ്റ്സ് സോ ഹാപ്പി വിത്ത് ദ റിസൾട്ട്. അറ്റ് ദ സെയിം ടൈം ബിഗ് ഗെയിംസ് അഹെഡ്. വി നീഡ് ടു കീപ്പ് അവർ ചേഞ്ച് അപ്പ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. വിൽ കം ബാക്ക് അഗൈൻ. സീ യു.